ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ തൃക്കൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ അനധികൃത മണ്ണെടുപ്പ് നടക്കുന്നതായി പരാതി. മണ്ണെടുത്ത വാഹനങ്ങൾ തടഞ്ഞ മുട്ടിത്തടി പ്രകൃതി സംരക്ഷണ സമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നവംബർ 10 മുതൽ തൃക്കൂർ പഞ്ചായത്തിലെ വാർഡ് 11 കയ്യാലപ്പടി മുതൽ നർക്കല വരെയുള്ള മേഖലയിൽ നിന്ന് ദിവസവും 150-ലേറെ ലോഡ് മണ്ണാണ് കയറ്റിക്കൊണ്ടു പോകുന്നത്. 10 ഏക്കറോളം സ്ഥലം കുന്നിടിച്ച് മണ്ണെടുപ്പ് തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും ഇവിടെ പരിശോധനകളൊന്നും നടന്നിട്ടില്ല. ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന മണ്ണ് ദേശീയപാത വികസനത്തിനല്ലെന്നും ജിയോളജി വകുപ്പിന്റെയോ പഞ്ചായത്തിന്റെയോ അനുവാദമില്ലാതെയാണ് അനധികൃത മണ്ണെടുപ്പ് തുടരുന്നതെന്നും മുട്ടിത്തടി പ്രകൃതി സംരക്ഷണ സമിതി ചെയർമാൻ സജീവ് പറഞ്ഞു. ഇതൊരു അനുമതി ഇല്ലാണ്ട് ഇവിടുന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു നിസാര ലോഡല്ല പോണത്. 200 ലോഡ് വെച്ചൊരു ദിവസം പോകുന്നുണ്ടെങ്കിൽ ഹൈവേക്കാർ പറയുന്നത് 1200 ലോഡ് ഉണ്ടെങ്കിൽ ഒരു പാലത്തിന്റെ പണി കഴിയുന്ന പറയുന്നത്. ഇവിടുന്ന് 3 മാസം മണ്ണ് പോകുന്നുണ്ടെങ്കിൽ ഈ 3 മാസത്തെ കണക്കനുസരിച്ചാണെങ്കിൽ ഹൈവേ 8 പാലം പണിയുടെ സമയം കഴിഞ്ഞപ്പോൾ ഇവിടെ 4 പാലത്തിന്റെ ഇതുവരെ പണി തീർന്നിട്ടില്ല. ഇവിടെ നിന്ന് പോകുന്ന മണ്ണ് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോൾ പ്ലാസയുടെ അടുത്ത് പഴയ ഹൈവേയില് 33 സെന്റ് സ്ഥലം മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. അത് ഇവിടുന്ന് പോയ മണ്ണാണ്. അതുപോലെ തന്നെ ഒരു നെന്മണിക്കരയ്ക്ക് പോകുന്ന വഴിയിൽ ഒരു ബാറിന് ഗോകുലം ബാറിന്റെ അപ്പുറത്തൊരു മാരുതി വർക്ക്ഷോപ്പിന്റെ തൊട്ടിപ്പുറത്തൊരു വലിയ ഗോഡൌൺ പണി നടക്കുന്നുണ്ട്. അതിലും ഇവിടുന്ന് പോയി മണ്ണാണ് നടക്കുന്നത്. പിന്നെ പോയിരിക്കുന്നത് വാടാനപ്പള്ളി ഭാഗത്തേക്കാണ്. ഇതെല്ലാം ഇവിടുന്ന് പോയ മണ്ണാണ്. ഈ രാത്രി പോകുന്ന മണ്ണുകൾ 7 മണിക്ക് ശേഷം ഇവിടുന്ന് പോകുന്ന മണ്ണ് മൊത്തം പോകുന്ന പുറത്തേക്കാണ്. പരാതികൾ ഉയർന്നിട്ടും റവന്യൂ അധികാരികളോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ലെന്നാണ് ആക്ഷേപം. ഇതുവഴി ടിപ്പറുകൾ മണ്ണുമായി ചീറിപ്പായുന്നത് റോഡിന് കേടുപാടുകൾ വരുത്തുമെന്ന ആശങ്ക നാട്ടുകാർക്കുണ്ട്. വികസനത്തിന് തങ്ങൾ എതിരല്ലെന്നും എന്നാൽ പ്രകൃതിയെ സംരക്ഷിച്ചും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിയുമാകണം വികസനമെന്നും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് KC പറഞ്ഞു. വികസനം നടക്കണം. വികസനത്തിന് ആവശ്യമായിട്ട് മണ്ണെടുക്കുന്നതിനും ഇവിടെ തടസ്സം പറഞ്ഞില്ല. അത് പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ മണ്ണെടുത്ത് കൊണ്ടുപോകുക എന്നുള്ള ഒരു നിബന്ധന മാത്രമാണ് നമ്മളിവിടുന്ന് വെച്ചിട്ടുള്ളത്. അതുപോലെ രാത്രി കാലങ്ങളിലുള്ള മണ്ണെടുപ്പ് ഒഴിവാക്കുക. രാത്രി കാലങ്ങളിൽ ഇപ്പോൾ അതികഠിനമായ ചൂടാണ്. രാത്രി കാലങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കാതിരിക്കണം, പരീക്ഷാകാലമാണ്. അതും അതുപോലെ തന്നെ ചൂടും. ഈ രാത്രി വരെ ഇവിടെ കൂലിപ്പണിക്കാർ പണി കഴിഞ്ഞ് രാത്രി വീടുകളിൽ ചെന്ന് കിടന്നിരുന്നാൽ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ വലിയ വാഹനങ്ങൾ ഹോണടിച്ചും അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും നല്ല കയറ്റം വരുമ്പോൾ വാഹനത്തിന്റെ ആരംഭിച്ചും ഇതൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. ആ പ്രദേശത്താണെങ്കിൽ കൂറ്റൻ ഹിറ്റാച്ചികളും മറ്റുള്ള ഇതുകൾ ഇട്ടിട്ടാണ് വർക്ക് ചെയ്യണത്. ഇതിനൊരു സംവിധാനം ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. മണ്ണ് ഇവിടെ നിന്ന് എടുക്കുന്നത് കൊണ്ട് നാട്ടുകാർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അതിന് കളക്ടറോ അല്ലെങ്കിൽ പഞ്ചായത്തോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ട ചുമതല പഞ്ചായത്തിനാണ്. ഗ്രാമപഞ്ചായത്ത്, വില്ലേജ് ഓഫീസ്, മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ്, ജില്ലാ കളക്ടർ എന്നിവിടങ്ങളിലൊക്കെ നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. തൃക്കൂരിലെ വിവിധയിടങ്ങളിൽ നടക്കുന്ന അനധികൃത മണ്ണെടുപ്പ് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്ന് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പൊതുപ്രവർത്തകനുമായ TN മുകുന്ദൻ പറഞ്ഞു. നിയമത്തിൽ പറയുന്നത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഹൈവേയുടെ വർക്കിന് വേണ്ടി മണ്ണെടുക്കണമെങ്കിൽ ആ കമ്മിറ്റിക്ക് മുൻപാകെ അപേക്ഷ വെക്കണം. ആ വിദഗ്ധ സമിതി സ്ഥലപരിശോധന നടത്തി അതിൽ ഒരുപാട് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതായത് പുഴയുണ്ടെങ്കിൽ ഇത്ര അകലം, അതോടൊപ്പം തന്നെ റോഡ് ഉണ്ടെങ്കിൽ ഇത്ര അകലം, കനാല് പോകുന്നുണ്ടെങ്കിൽ ഇത്ര അകലം, ജനവാസ കേന്ദ്രങ്ങളുണ്ടെങ്കിൽ ഇത്ര അകലം, അങ്ങനെ ഒരുപാട് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതിയിൽ ഒരുപാട് കണ്ടീഷൻ പറഞ്ഞിട്ട് ആ കണ്ടീഷനിൽ യാതൊരുവിധ വ്യതിയാനങ്ങളും വരാത്ത രീതിയിലാണ് അനുമതി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ 3 മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഖനന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് സ്ഥല ഉടമകൾ യാതൊരുവിധ അപേക്ഷകളും കളക്ടറെ ഈ സമിതിക്ക് മുൻപാകെ ഹാജരാക്കിയിട്ടില്ല എന്ന് തെളിവുകൾ സഹിതം വിവരാവകാശ നിയമപ്രകാരം ഈ പരാതിക്കാര് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പരാതികൾ കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടിയ മറുപടി പരിശോധിക്കുമ്പോൾ യാതൊരുവിധ അനുമതികളും കിട്ടിയിട്ടില്ല. തൃശൂർ ജിയോളജിസ്റ്റ് ഇവിടെ നേരിട്ട് വരികയും അനധികൃതമായ ഖനനമാണെന്ന് കണ്ടെത്തി അതിന്റെ മുകളിൽ 8 ലക്ഷം രൂപ ഫൈൻ ഈടാക്കിയിട്ടുണ്ട്. 50,000 രൂപ പെനാൽറ്റി ഈടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസമായിട്ട് യാതൊരു നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. വ്യാഴാഴ്ച രാവിലെ 9-നാണ് മണ്ണെടുത്ത വാഹനങ്ങൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. വിവരമറിഞ്ഞ് വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. വിവരാവകാശ രേഖകൾ പ്രകാരം മണ്ണെടുപ്പിനുള്ള അനുമതിയില്ലെന്ന് നാട്ടുകാർ പോലീസിനോട് ചൂണ്ടിക്കാട്ടി. ദിവസം 200-ലധികം ലോറികൾ ഈ ഹൈവേ പണിക്ക് വേണ്ടി മണ്ണ് ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. 24 മണിക്കൂറും വർക്ക് ചെയ്യാണ്. ഈ വണ്ടി ഞങ്ങൾ തടയുന്നത് 9 മണിക്ക് 9:30-ക്കാണ്. സ്കൂൾ ടൈമിലും ആണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. സ്കൂൾ ടൈമാണ് പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ പറയുന്നത് ഹൈവേക്ക് വേണ്ടിയാണ് ഈ മണ്ണെടുക്കുന്നത്. നിങ്ങൾ തടഞ്ഞാൽ നടപടിത്തോട്ടെ പോലീസ് നടപടിക്കാനാണ് പറയുന്നത്. ഞങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്ത് യാതൊരു രേഖയില്ല. ഞങ്ങൾ വിവരാവകാശ പ്രകാരം എല്ലാ കളക്ടർക്ക്, ജിയോളജിസ്റ്റിന്
എല്ലാ അധികാരികൾക്കും കൊടുത്ത് ഞങ്ങൾക്ക് ഇവർ അവിടുന്ന് തന്നിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മറുപടിയുടെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ രേഖകളും ഇല്ലാതാണ് ഈ മണ്ണ് കടത്തിക്കൊണ്ട് പോകുന്നത്. വാഹനങ്ങൾ തടഞ്ഞതിന് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ മണ്ണെടുത്ത വാഹനങ്ങൾ കൂടി കസ്റ്റഡിയിലെടുക്കണമെന്ന മുട്ടിത്തടി പ്രകൃതി സംരക്ഷണ സമിതി പ്രവർത്തകരുടെ ആവശ്യം പോലീസ് നിരാകരിച്ചത് ഏതാനും നിമിഷങ്ങൾ തർക്കത്തിനിടയാക്കി. പിന്നീട് സമരസമിതി പ്രവർത്തകരുടെ ആവശ്യം പോലീസ് അംഗീകരിച്ചതോടെയാണ് പ്രവർത്തകർ അറസ്റ്റിന് വഴങ്ങിയത്. വരും ദിവസങ്ങളിൽ കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അനധികൃത മണ്ണെടുപ്പ് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നുമുള്ള നിലപാടിലാണ് നാട്ടുകാർ. ദേശീയപാത വികസനത്തിന്റെ മറവിൽ പലയിടത്തും അനധികൃത മണ്ണെടുപ്പ് നിരന്തരം പരാതികൾക്ക് ഇടയാക്കാറുണ്ട്. ഇപ്പോൾ തൃക്കൂർ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ദേശീയപാത വികസനത്തിന്റെ മറവിൽ അനധികൃത മണ്ണെടുപ്പ് നടക്കുന്നു എന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്നാൽ പരാതികൾ ഉയർന്നിട്ടും റവന്യൂ അധികാരികളോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രതിനിധികളോ ഈ വിഷയത്തിൽ കൃത്യമായ പരിശോധനയോ മോണിറ്ററിംഗോ നടത്തുന്നില്ല എന്നതാണ് വലിയ ആക്ഷേപമായി ഉയരുന്നത്. വിവരാവകാശ രേഖ പ്രകാരം യാതൊരു അനുമതിയുമില്ലാതെയാണ് ഇത്തരത്തിൽ അനധികൃതമായ മണ്ണെടുപ്പ് നടക്കുന്നത് എന്നാണ് ജനങ്ങൾ പരാതിപ്പെടുന്നത്. വികസനത്തിന് തങ്ങൾ എതിരല്ലെന്നും അതേസമയം അനധികൃതമായ മണ്ണെടുപ്പ് തുടരാനാകില്ലെന്നുമാണ് ജനങ്ങളുടെ നിലപാട്. ഏതായാലും ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് വലിയ ആവശ്യം ഉയരുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.